പിറ്റേ ദിവസത്തെ പത്രങ്ങളിലെല്ലാം ബ്രിക്സ്റ്റൺ രഹസ്യത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു. എല്ലാറ്റിലും സംഭവത്തെക്കുറിച്ചുള്ള നീണ്ട വിവരണം കൊടുത്തിട്ടുണ്ട്. ചിലതിൽ ഇതിനു പുറമെ മുഖപ്രസംഗവും കാണപ്പെട്ടു. അവയിൽ എനിക്കറിയാത്ത ചില വിവരങ്ങളും ഉണ്ടായിരുന്നു. ആ കേസിനെക്കുറിച്ചുള്ള പല പത്ര റിപ്പോർട്ടുകളും ഇപ്പോഴും എൻ്റെ തുണ്ടുപുസ്തകത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവയിൽ ചിലതിലെ ചുരുക്കം ഇപ്രകാരമാണ്. കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ ഇത്രയും അസാധാരണ സംഗതികൾ അടങ്ങിയ ഒരു ദുരന്തം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന് ഡെയിലി ടെലഗ്രാഫ് പത്രം അഭിപ്രായപ്പെട്ടു. കൊല്ലപ്പെട്ട ആളുടെ ജർമ്മൻ നാമം, കുറ്റം ചെയ്യുവാനുള്ള പ്രേരണയുടെ അഭാവം, ചുമരിൽ കണ്ട വിദ്വേഷ സൂചകമായ കുറിപ്പ്, ഇവയെല്ലാം തന്നെ രാഷ്ട്രീയ അഭയാർത്ഥികളും വിപ്ലവകാരികളുമാണ് ഇതിന്റെ പിന്നിലെന്ന് സൂചിപ്പിക്കുന്നു. അമേരിക്കയിൽ സോഷ്യലിസ്റ്റുകളുടെ പല സംഘങ്ങളുമുണ്ട്. മരിച്ചയാൾ അവയിൽ ഏതെങ്കിലും ഒന്നിന്റെ അലിഖിത നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടെന്നതിൽ സംശയമില്ല. അതിനാൽ അയാളെ പിന്തുടർന്ന് വധവരുത്തിയതാണ്. ബെൻഗറിച്ച്, മനയലോദ വിഷാദ ദ്രാവകം, കാർബനാരി, മർച്യൂനസ്, ഡിബ്രൻ വില്ലിയേഴ്സ്, ഡാർവിൻ സിദ്ധാന്തം, മാൽത്തൂസിയൻ തത്വങ്ങൾ, റാഡ്ക്ലിഫ് ഹൈവേ കൊലപാതകങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം പരാമർശിച്ച ശേഷം ലേഖനം ഉപസംഹരിച്ചത് ഗവൺമെന്റിന് താക്കീത് നൽകിക്കൊണ്ടും ഇംഗ്ലണ്ടിലുള്ള വിദേശികളെല്ലാം നല്ലവണ്ണം കരുതിയിരിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ടുമാണ്. ഇത്തരം നിയമരാഹത്യ കൃത്യങ്ങൾ ലിബറൽ ഭരണത്തിന് സംഭവിക്കുമെന്ന് സ്റ്റാൻഡേർഡ് എന്ന പത്രം വിമർശിച്ചു. ബഹുജന മനസ്സിന്റെ അസ്വസ്ഥതയാലും തന്മൂലമുണ്ടാകുന്ന അധികാര കേന്ദ്രങ്ങളുടെ ബലഹീനതയാലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമത്രേ. മരണപ്പെട്ടയാൾ തലസ്ഥാന നഗരിയിൽ കുറച്ച് ആഴ്ചയായി താമസിച്ചു വരുന്ന അമേരിക്കക്കാരനായ ഒരു മാന്യനാണ്. അയാൾ കാംബർവില്ലിലെ ടോർക്കെ ടെറസിൽ ചാർപെൻട്രിയർ മഹദിയുടെ പാർപ്പിടത്തിലാണ് താമസിച്ചിരുന്നത്. യാത്രയിലെല്ലാം അദ്ദേഹത്തെ പ്രൈവറ്റ് സെക്രട്ടറിയായ മിസ്റ്റർ ജോസഫ് സ്റ്റെൻജേഴ്സൺ എന്നയാൾ അനുഗമിച്ചിരുന്നു. ഈ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച രണ്ടുപേരും വീട്ടുടമയോട് വിടവാങ്ങി ലിവർപൂൾ എക്സ്പ്രസ് പിടിക്കാമെന്ന ദൃഢനിശ്ചയത്തോടെ യൂസ്റ്റൺ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടതായിരുന്നു. അതിനുശേഷം അവരെ ഒന്നിച്ച് പ്ലാറ്റ്ഫോറത്തിൽ കണ്ടിട്ടുമുണ്ട്. മുമ്പ് വിവരിച്ചതുപോലെ മിസ്റ്റർ ഡെബ്രയുടെ മൃതദേഹം യൂസ്റ്റണിൽ നിന്നും വളരെ നാഴിക അകലെ ബ്രെക്സ്റ്റൺ തെരുവിലെ ഒഴിഞ്ഞ ഭവനത്തിൽ കണ്ടെത്തുന്നതുവരെ അവരെക്കുറിച്ച് വേറൊന്നും കേട്ടിരുന്നില്ല. അയാൾ അവിടെ എങ്ങനെ എത്തിയെന്നും അയാളുടെ അന്ത്യം സംഭവിച്ചു എന്നുള്ള വസ്തുതകൾ ഇപ്പോഴും നിഗൂഢതയിൽ ആണ്ടുകിടക്കുകയാണ്. സ്റ്റാൻജേഴ്സൺ എവിടെയാണെന്നതിനെക്കുറിച്ചും ഒരു വിവരവുമില്ല. സ്കോട്ട്ലൻഡ് യാർഡിലെ മിസ്റ്റർ ലെട്രേഡും മിസ്റ്റർ ഗ്രെക്സണും ഈ കേസിന് തുമ്പുണ്ടാക്കുന്ന കാര്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഈ പ്രശസ്തരായ ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ താമസം വിനാ വെളിച്ചം വീശുമെന്ന് നമുക്ക് ധൈര്യപൂർവ്വം പ്രത്യാശിക്കാം. കുറ്റകൃത്യത്തിന് കാരണം രാഷ്ട്രീയമാണെന്നതിൽ സംശയമില്ലെന്ന് ഡെയിലി ന്യൂസ് പ്രസ്താവിച്ചു. യൂറോപ്യൻ ഭരണകൂടങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള അക്രമ സ്വഭാവവും ലിബറലിസത്തോടുള്ള വിദ്വേഷവും പലരെയും നമ്മുടെ തീരത്തിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സഹിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ പിന്തുടരുന്നില്ല എങ്കിൽ ഏറ്റവും നല്ല പൗരന്മാരായി തീരുന്നവർ അക്കൂട്ടത്തിലുമുണ്ട്. ഇവർക്കിടയിൽ വളരെ കർക്കശമായ പെരുമാറ്റച്ചട്ടമുണ്ട്. അതിന്റെ ലംഘനത്തിനുള്ള ശിക്ഷ മരണം തന്നെയാണ്. ഏതു നിലയ്ക്കും പരിശ്രമിച്ച് സെക്രട്ടറി സ്റ്റാൻജേഴ്സനെ കണ്ടുപിടിച്ച് മരിച്ചയാളുടെ സ്വഭാവത്തെപ്പറ്റി ചില വിവരങ്ങൾ ശേഖരിക്കണം. അയാൾ താമസിച്ചിരുന്ന വീടിന്റെ വിലാസം കണ്ടെത്തിയത് വലിയൊരു നേട്ടമാണ്. സ്കോട്ട്ലൻഡ് യാർഡിലെ മിസ്റ്റർ ഗ്രെക്സന്റെ സൂക്ഷ്മത കൊണ്ടും പരിശ്രമം കൊണ്ടുമാണ് ഇത് സാധിച്ചത്. ഈ കുറിപ്പുകൾ ഷെർലക് ഹോംസും ഞാനും പ്രഭാത ഭക്ഷണത്തിന് ഒന്നിച്ചിരുന്നപ്പോഴാണ് വായിച്ചത്. അതൊക്കെ അദ്ദേഹത്തിന് തമാശയ്ക്ക് ധാരാളം വക നൽകി. ഞാൻ പറഞ്ഞില്ലേ, എന്ത് സംഭവിച്ചാലും ലെസ്ട്രേഡും ഗ്രെക്സണും അതിൽ നിന്നും മുതലെടുക്കുമെന്ന്. അതൊക്കെ സംഗതി എങ്ങനെ പര്യവസാനിക്കുന്നു എന്ന കാര്യത്തെ ആസ്വദിച്ചായിരിക്കും. ഓ, അതിലെന്തിരിക്കുന്നു. ആ മനുഷ്യനെ പിടികിട്ടിയാൽ അതൊക്കെ അവരുടെ പരിശ്രമ ഫലമാണെന്ന് വരുത്തും. അവൻ രക്ഷപ്പെട്ടെങ്കിൽ അവരുടെ കഠിന പ്രയത്നം ഉണ്ടായിട്ടും അതിനെ അവൻ മറികടന്ന് കളഞ്ഞുവെന്ന് സമാശ്വസിക്കും. തലയായാലും വാലായാലും ജയം അവർക്ക് തന്നെയായിരിക്കും. അവരെന്ത് ചെയ്താലും പാടിപ്പുഴുത്തുവാൻ അവർക്ക് അനുയായികളും ഉണ്ടാകും. ഇതെന്താണ് സംഭവിക്കുന്നത്? ഞാൻ പെട്ടെന്ന് നിലവിളിച്ചു പോയി. കാരണം അപ്പോഴേക്കും കുറെ ആളുകൾ താളത്തിലേക്ക് ഒന്നിച്ച് ഓടിക്കേറുന്ന ശബ്ദവും അതോടൊപ്പം ഞങ്ങളുടെ വീട്ടുടമയുടെ രോക്ഷ പ്രകടനവും കേട്ടു. ബേക്കർ തെരുവിലെ കുറ്റാന്വേഷണ പോലീസ് സേനയാണിത്, എന്റെ കൂട്ടുകാരൻ ഗൗരവത്തിൽ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട ബഹളം വെക്കുന്ന അരട സേനയോളം തെരുവു പിള്ളേർ മുറിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. അറ്റൻഷൻ! ഹോംസ് ദേഷ്യത്തോട് ആക്രോശിച്ചപ്പോൾ ആ 6 വൃത്തികെട്ട തെണ്ടികളും വില കുറഞ്ഞ പ്രതിമകളെ പോലെ വരിവരിയായി നിന്നു. ഇനി മുതൽ നിങ്ങളിൽ വിഗിൻസിനെ മാത്രം വിവരം പറയുവാൻ മുകളിലേക്ക് അയച്ചാൽ മതി. ബാക്കിയുള്ളവർ തെരുവിൽ തന്നെ നിന്നുകൊള്ളണം. വിഗിൻസ്, നീ അത് കണ്ടുപിടിച്ചോ? ഇല്ല സാറേ,
ഞങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. ചെറുപ്പക്കാരിൽ ഒരുവൻ പറഞ്ഞു. നിങ്ങൾക്കത് സാധിക്കുമെന്നാണ് ഞാൻ കരുതിയത്. കണ്ടെത്തുന്നത് വരെ ശ്രമിക്കൂ. നിങ്ങളുടെ കൂലി ഇതാ. ഓരോരുത്തർക്കും അദ്ദേഹം ഓരോ ഷില്ലിംഗ് വീതം നൽകി. ഇനി നിങ്ങൾ പൊയ്ക്കോ. എന്നിട്ട് അടുത്ത തവണ നല്ലൊരു വാർത്തയുമായി വരൂ. അവരെ കൈവീശി തിരിച്ചയച്ചു. അവർ എലികളെ പോലെ തുരതുരെ കോണിപ്പടികൾ ഇറങ്ങിപ്പോയി. അടുത്ത നിമിഷത്തിൽ തെരുവിൽ അവരുടെ നേർത്ത ശബ്ദം കേട്ടു. സൈന്യത്തിലെ 1 ഡസൻ ആളുകൾ ചെയ്യുന്നതിനേക്കാൾ കാര്യം ആ കൊച്ചു തിണ്ടുകളിൽ ഒരുത്തനെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിപ്പിക്കാൻ കഴിയും. ഹോംസ് അഭിപ്രായപ്പെട്ടു. ഉദ്യോഗസ്ഥനെ പോലെ തോന്നിക്കുന്ന ഒരാളെ കാണുമ്പോൾ ആളുകൾ വായ മൂടിക്കെട്ടും. ഈ കൊച്ചന്മാർക്ക് എവിടെയും പോവാനും എല്ലാം കേൾക്കുവാനും കഴിയും. അവർ സൂചി പോലെ തുളഞ്ഞു കയറും. അവരെ ശരിയായി സംഘടിപ്പിക്കണമെന്ന് മാത്രം. ഈ ബ്രക്സ്റ്റൺ കേസിലാണോ നിങ്ങൾ അവരെ ഉപയോഗപ്പെടുത്തുന്നത്? ഞാൻ ചോദിച്ചു. അതെ, ഒരു സംഗതിയെക്കുറിച്ച് അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഹലോ, നാം ചില വിവരങ്ങൾ അറിയുവാൻ പോവുകയാണ്. പരമസന്തുഷ്ടി കളിയാടുന്ന മുഖഭാവത്തോടെ ഗ്രെഗ്സൺ ഇതാ റോഡിൽ കൂടി കടന്നു വരുന്നു. നമ്മുടെ അടുത്തേക്കാണ്. തീർച്ച. അതെ, അയാൾ നിൽക്കുന്നു. ഇതാ ഇങ്ങോട്ടേക്ക് തന്നെ. ബെല്ലിൽ ശക്തിപൂർവ്വം അമർത്തിച്ചെന്ന ഒച്ച കേട്ടു. ഏതാനും നിമിഷങ്ങൾക്കകം ചന്തമാർന്ന തലമുടിയുള്ള ആ കുറ്റാന്വേഷകൻ ഒരു കുതിക്ക് 3 ചവിട്ടുപടികൾ ചവിട്ടിക്കേറി ഞങ്ങളുടെ ഇരിപ്പുമുറിയിൽ കടന്നു വന്നു. എന്റെ പൊന്നു ചങ്ങാതി, പ്രതികരണമൊന്നുമില്ലാത്ത ഹോംസിന്റെ കരം പിടിച്ച് കുലുക്കിക്കൊണ്ട് അയാൾ ഉറക്കെ പറഞ്ഞു. എന്നെ അഭിനന്ദിക്ക്. സംഗതിയൊക്കെ പകൽ വെളിച്ചം പോലെ ഞാൻ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്റെ കൂട്ടുകാരന്റെ മുഖത്ത് ഉത്കണ്ഠ നിഴലിച്ചതായി എനിക്ക് തോന്നി. നിങ്ങൾ ശരിയായ മാർഗത്തിൽ എത്തിച്ചേർന്നു എന്നാണോ പറയുന്നത്? അദ്ദേഹം ചോദിച്ചു. ശരിയായ മാർഗം തന്നെ. എന്തിനധികം, അവനെ ഞങ്ങൾ ഇരുമ്പഴിക്കുള്ളിലാക്കി കഴിഞ്ഞു. അവന്റെ പേരെന്താ? മഹാരാജാവിന്റെ നാവികസേനയിലെ സബ് ലഫ്റ്റനന്റായ ആർതർ ചാർപെൻട്രിയർ. ഗ്രെഗ്സൺ ഗമയോടുകൂടി തന്നെ നെഞ്ചുവിരുത്തി ബലിഷ്ഠമായ കൈകൾ കൂട്ടിത്തിരുമിയിട്ട് പറഞ്ഞു. ഷെർലക് ഹോംസ് ഒന്ന് നിശ്വസിച്ചിട്ട് പുഞ്ചിരി തോന്നി. അവിടെ ഇരുന്നിട്ട് ഈ ചുരുട്ടൊന്ന് വലിച്ചു നോക്കും, അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ അതെങ്ങനെ സാധിച്ചെടുത്തെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ആകാംക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് വിസ്കിയും വെള്ളവും വേണോ? കിട്ടിയാൽ തിരക്കേടില്ല. കുറ്റാന്വേഷകൻ ഉത്തരം നൽകി. കഴിഞ്ഞ 1-2 ദിവസമായി അത്യധ്വാനം ചെയ്തതുമൂലം തികച്ചും ക്ഷീണിതരായിട്ടുണ്ട്. ശരീരാധ്വാനത്തേക്കാൾ മാനസിക അസ്വസ്ഥ്യമാണ് കൂടുതൽ. മിസ്റ്റർ ഷെർലക് ഹോംസ്, താങ്കളും ഞാനും ബുദ്ധിപരമായ ജോലിക്കാരാകിയാൽ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകുമെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നെ അതിരു കവിഞ്ഞ് പ്രശംസിക്കുന്നു, ഹോംസ് ഗൗരവത്തോടെ പറഞ്ഞു. ഏറ്റവും സന്തോഷകരമായ വിജയം വരിച്ചത് എങ്ങനെയാണെന്ന് ഞങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കൂ. കുറ്റാന്വേഷകർ ചാരുകസേരയിൽ ഇരുന്ന ലാഘവത്തോടെ ചുരുട്ടു വലിച്ചൂരി. പിന്നെ പെട്ടെന്ന് വിനോദാഭാവത്തിൽ തന്റെ തുടയിൽ കൊട്ടിക്കൊണ്ട് ശബ്ദമുണ്ടാക്കി. അതിന്റെ രസം എന്തെന്ന് വെച്ചാൽ, അയാൾ ഉറക്കെ പറഞ്ഞു, വളരെ സമർത്ഥനാണ് താനെന്ന സ്വയം അഭിമാനം കൊള്ളുന്ന ആ വിഡ്ഢിയായ ലെസ്ട്രേഡ് തികച്ചും കാടുകയറിയിട്ടുണ്ടാവും. അയാൾ സെക്രട്ടറി സ്റ്റാൻജേഴ്സിന്റെ പിന്നിലാണ് പോയത്. ഈ കേസിൽ അയാൾക്ക് ഒരു പങ്കുമില്ല. അയാൾ ഇപ്പോഴേക്കും പിടികൂടിയിട്ടും ഉണ്ടാവും. ഗ്രെഗ്സനെ ഈ കാര്യം വളരെയധികം രസിപ്പിക്കുകയാൽ അയാൾ ശ്വാസം മുട്ടുന്നത് വരെ ചിരിച്ചു. നിങ്ങൾക്ക് തുമ്പുണ്ടാക്കുവാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? അതേക്കുറിച്ച് വിസ്തരിച്ച് പറയാം. പക്ഷേ ഡോക്ടർ വാട്സൺ, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഈ അമേരിക്കക്കാരന്റെ പൂർവ്വകാല കഥ അറിയുന്നതിലായിരുന്നു ഞങ്ങൾക്ക് വിഷമം അനുഭവപ്പെട്ടത്. ചിലർ തങ്ങളുടെ പരസ്യങ്ങൾക്ക് മറുപടി കിട്ടുന്നത് വരെയെങ്കിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കക്ഷികൾ ആരെങ്കിലും വന്ന് സ്വയമേവ വിവരം നൽകുന്നത് വരെയോ കാത്തു നിൽക്കും. ടോബിയസ് ഗ്രെഗ്സൺ പണിയെടുക്കുന്ന രീതി അതല്ല. മരിച്ചയാളിന്റെ തൊട്ടടുത്തൊരു ഹാറ്റ് കിടക്കുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഉണ്ട്, ഹോംസ് പറഞ്ഞു. കേംബർവെൽ റോഡിൽ 1229 നമ്പറിലുള്ള ജോൺ അണ്ടർവുഡ് ആൻഡ് സൺസ് ആണ് നിർമ്മിച്ചത്. ഗ്രെഗ്സൺ അടിപതറിയതുപോലെ കാണപ്പെട്ടു. നിങ്ങളത് ശ്രദ്ധിച്ചതായി ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല, അയാൾ പറഞ്ഞു. നിങ്ങൾ അവിടെ പോയിരുന്നു? ഇല്ല. ആശ്വാസത്തോടെ ഗ്രെഗ്സൺ ഉച്ചത്തിൽ പറഞ്ഞു. എത്ര നിസാരമെങ്കിലും അത്തരം ഒരു അവസരവും പാഴാക്കിക്കളയരുത്. ഒരു മഹാമനസ്കന് ഒന്നും നിസാരമായി തോന്നുകയില്ല, ഹോംസ് അടക്കം പറഞ്ഞു. ശരി, ഞാൻ അണ്ടർവുഡിന്റെ അടുത്ത് ചെന്നു. അത്തരം വണ്ണവും വിവരവുമുള്ള ഒരു തൊപ്പി വിറ്റിരുന്നോ എന്ന് അന്വേഷിച്ചു. അയാൾ പുസ്തകം പരിശോധിച്ച് ഉടൻ കണ്ടുപിടിച്ചു. ആ ഹാറ്റ് ടോർക്കെ ടെറസിൽ ചാർപെൻട്രിയൻ വക താമസ സ്ഥലത്തേക്ക് ഒരു മിസ്റ്റർ ഡ്രബർക്ക് വഴി കൊടുത്തയച്ചിരുന്നു. അങ്ങനെ എനിക്ക് അയാളുടെ വിലാസവും പിടികിട്ടി. സമർത്ഥൻ, അതിസമർത്ഥൻ, ഹോംസ് പെർവർസു. പിന്നെ ഞാൻ മാഡം ചാർപെൻട്രിയറിനെ സമീപിച്ചു. കുറ്റാന്വേഷകൻ തുറന്നു. അവളെ വളരെ വിളറി വിവശയായിട്ടാണ് കണ്ടത്. അവളുടെ മകളും അപ്പോൾ മുറിയിലുണ്ടായിരുന്നു. ഒരു കൊച്ചു സുന്ദരി പെണ്ണ് തന്നെ. അവളുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി.
അതെന്റെ കണ്ണിൽ പെടാതിരുന്നില്ല. എന്തോ പന്തികേടുണ്ടെന്ന് എനിക്ക് തോന്നി. മിസ്റ്റർ ഷെർലോക്ക് ഹോംസ് ശരിയായ വഴിക്ക് കാര്യം നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന വികാരം, സിരകളിൽ രോമാഞ്ചമുണ്ടാകുന്ന പോലെ ഒരു തോന്നൽ. നിങ്ങളുടെ വീട്ടിൽ താമസിച്ച ക്ലീവ്ലൻഡുകാരനായ മിസ്റ്റർ ഈനോക് ജെ ഡെബ്രയുടെ നിഗൂഢ മരണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഞാൻ ചോദിച്ചു. അമ്മ തലയാട്ടി. അവൾക്കൊരക്ഷരം ഉരിയാടുവാൻ കഴിയാത്തതുപോലെ കാണപ്പെട്ടു. മകൾ പൊട്ടിക്കരഞ്ഞു. ഇവൾക്ക് ആ മരണത്തെക്കുറിച്ച് ചിലതെല്ലാം അറിയാമെന്ന് എനിക്ക് കൂടുതൽ ബോധ്യം വന്നു. എത്ര മണിക്കാണ് മിസ്റ്റർ ഡ്രബറർ വണ്ടിക്ക് പോകുവാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്? ഞാൻ ചോദിച്ചു. 8 മണിക്കോ? വികാരക്ഷോഭം മറച്ചു പിടികിട്ടുവാൻ വേണ്ടി വാക്കുകൾ വഴുങ്ങിക്കൊണ്ട് അവൾ മൊഴിഞ്ഞു. അയാളുടെ സെക്രട്ടറി മിസ്റ്റർ സ്റ്റാൻജേഴ്സൺ പറഞ്ഞു, 2 തീവണ്ടികളാണ്, ഒന്ന് 9:15 മറ്റൊന്ന് 11 മണിക്ക്. അയാൾ ആദ്യത്തേതിനാണ് പോകേണ്ടിയിരുന്നത്. അപ്പോഴാണോ നിങ്ങൾ അയാളെ ഒടുവിൽ കണ്ടത്? ഇത് ചോദിച്ചപ്പോൾ ആ സ്ത്രീയുടെ മുഖത്ത് ഭയങ്കരമായ ഭാവപകർച്ച വന്നു. അവളുടെ ശരീരമാകെ വിവരണമായി. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞിട്ട് അതേ എന്ന ഒരു വാക്ക് പറയുവാൻ കഴിഞ്ഞുള്ളൂ. അത് പുറത്തു വന്നപ്പോഴാകട്ടെ അസാധാരണമാം വിധം പാതി അടഞ്ഞിരുന്നു. കുറച്ചു നേരം നിശബ്ദത കളിയാടി. പിന്നെ മകൾ സാവധാനത്തിൽ വ്യക്തമായി പറഞ്ഞു തുടങ്ങി. അമ്മേ, കളവ് പറഞ്ഞിട്ട് ഒരു ഗുണവുമില്ല. അവൾ പറഞ്ഞു, ഈ മാനിനോട് നമുക്ക് കാര്യം തുറന്നു പറയാം. നമ്മൾ മിസ്റ്റർ ഡ്രബറെ വീണ്ടും കണ്ടല്ലോ. ദൈവം നിനക്ക് മാപ്പ് തരട്ടെ. മാഡം ചാർപ്പറിയൻ തന്റെ കൈകൾ ഉയർത്തി കസേരയിൽ പിന്നോട്ട് മറിഞ്ഞ് വീഴുമ്പോൾ ആഘോഷിച്ച്, നീ നിന്റെ സഹോദരനെ കൊല്ലുകയാണോ? ആർദ്ര പറയുന്നതിന് മുമ്പ് സത്യം നാം തന്നെ പറയുന്നതാണ് നല്ലത്, പെൺകുട്ടി തറപ്പിച്ചു പറഞ്ഞു. സകലതും എന്നോട് തുറന്നു പറയുകയാണ് നല്ലതോ? ഞാൻ പറഞ്ഞു. പകുതി വിശ്വാസം തീരെ വിശ്വസിക്കാത്തതിന് സമമാണ്. കൂടാതെ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്തെല്ലാം അറിയാമെന്ന് നിങ്ങൾക്കറിവുമില്ല. ആലിസ്, നീ തന്നെ കുറ്റം ചുമന്നോ? അവളുടെ അമ്മ ഉറക്കെ പറഞ്ഞു. പിന്നീട് എന്റെ നേരെ തിരിഞ്ഞിട്ട്, ഞാനെല്ലാം പറയാം സാർ. എന്റെ മകൻ ഈ ദുരന്ത കൃത്യത്തിന് പങ്കുണ്ടെന്നതുകൊണ്ടാണ് എന്നിൽ വികാരക്ഷോഭം ഉണ്ടായതെന്ന് തെറ്റിദ്ധരിക്കരുത്. അവൻ തികച്ചും നിരപരാധിയാണ്. നിങ്ങളുടെയും മറ്റുള്ളവരുടെയും കണ്ണിൽ അവൻ തെറ്റുകാരനാണെന്ന് കാണുമെന്നതിലാണോ എന്റെ ഭയം? അതുപക്ഷേ അസംഭാവ്യമാണ്. അവന്റെ നിർമ്മാല സ്വഭാവം, ജോലി, മുൻകാല നടപടി ഇതെല്ലാം അതിനെതിരാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇതിനെക്കുറിച്ചുണ്ടാകുന്ന മുഴുവൻ വിവരവും സത്യസന്ധമായി എന്നെ അറിയിക്കുകയാണ്. ഞാൻ ഉത്തരം നൽകി. നിങ്ങളുടെ മകൻ നിരപരാധിയാണെങ്കിൽ അവന് ബുദ്ധിമുട്ടൊന്നും വരില്ല. തീർച്ചയാണ്. ആലിസെ, നീ ഞങ്ങൾ 2 പേരെയും തനിയെ വിട്ടിട്ട് അപ്പുറം പോയി നിൽക്കും, അവൾ പറഞ്ഞു. അപ്പോൾ മകൾ പിന്മാറി. അതെ സാർ, അവൾ തുടർന്നു. ഇതെല്ലാം നിങ്ങളോട് പറയുവാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ എന്റെ പാവം പിടിച്ച പെണ്ണ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് എനിക്ക് ഗത്യന്തരമില്ല. പറയുവാൻ ഒരുങ്ങിയതിനാൽ ഒന്നും തന്നെ മറച്ചു വെക്കുന്നുമില്ല. അതുതന്നെയാണ് ഏറ്റവും ബുദ്ധിപൂർവമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു. മിസ്റ്റർ ഡ്രബർ ഞങ്ങളോടൊപ്പം ഏകദേശം 3 ആഴ്ചയായി താമസിക്കുന്നു. അയാളും അയാളുടെ സെക്രട്ടറി മിസ്റ്റർ സ്റ്റാൻജേഴ്സണും യൂറോപ്പിൽ സഞ്ചരിച്ച് വരികയായിരുന്നു. അവരുടെ പെട്ടുകളിൽ കോപ്പൻഗേഹനിലെ ലേബലുകൾ കണ്ടിരുന്നു. ഒടുവിൽ അവർ ഉണ്ടായിരുന്ന സ്ഥലം അതാണെന്ന് മനസ്സിലാകുന്നു. സ്റ്റാൻജേഴ്സൺ ശാന്തനും മര്യാദക്കാരനുമാണ്. പക്ഷേ അയാളുടെ യജമാനൻ തികച്ചും വ്യത്യസ്തനായിരുന്നുവെന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. അയാളുടെ പെരുമാറ്റം പരുക്കനും സ്വഭാവം മൃഗീയവുമായിരുന്നു. വന്ന അന്ന് 2 മണിക്ക് ശേഷം അയാളെ സമചിത്തനായി കണ്ടില്ല. പരിചാരികമാരോട്, എന്റെ മകൾ ആലീസിനോടും അതേ മട്ടിൽ പെരുമാറിയാൻ തുടങ്ങിയപ്പോഴാണ് സംഗതി ഏറ്റവും വഷളായത്. ഒന്നിലധികം തവണ അയാൾ അവളോട് അനാവശ്യം പറഞ്ഞു. ഭാഗ്യവശാൽ അവൾ തികച്ച നിഷ്കളങ്കയായതുകൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയില്ലേ. ഒരിക്കൽ അവളെ അയാൾ കെട്ടിപ്പിടിക്കുന്നത് തന്നെ ചെയ്തു. മൃഗീയമായി പെരുമാറ്റം കാരണം അയാളുടെ സെക്രട്ടറി പോലും അയാളെ ഗുണദോഷിക്കുവാനിട വന്നു. അതിൽ കിടന്ന പ്രവൃത്തിയായിരുന്നു അത്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ എന്തിനു സഹിച്ചു? ഞാൻ ചോദിച്ചു. താമസക്കാരെ നിങ്ങൾക്ക് ഇറക്കി വിടാമായിരുന്നല്ലോ. എന്റെ കുറികൊള്ളുന്ന ചോദ്യം കേട്ട് മിസ്സിസ് ചാർപ്പറിയൻ വിളറിപ്പോയി. ദൈവത്തിനാണേ സത്യം, അയാൾ വന്ന ദിവസം തന്നെ ഒഴിഞ്ഞു പോകുവാൻ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷേ അത്യാഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അവർ ഓരോരുത്തരും ദിവസേന ഓരോ പവനാണ് തന്നിരുന്നത്. ആഴ്ചയിൽ 14 പവൻ, അതും തിരക്കൊഴിഞ്ഞ കാലത്ത്. ഞാനൊരു വിധവയാണ്. നാവികസേനയിലുള്ള മകന് വേണ്ടി എനിക്ക് ഒരുപാട് കാശ് ചെലവാക്കേണ്ടി വന്നു. അതുകൊണ്ട് പണത്തിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല വിചാരത്തോടെയാണ് പ്രവർത്തിച്ചത്. പക്ഷെ ഒടുവിലെത്തി ഈ സംഭവം കൂടെ കവിഞ്ഞു പോയതുപോയി. അതുകൊണ്ട് ഞാൻ അയാൾക്ക് ഒഴിഞ്ഞു പോകുവാൻ നിർദ്ദേശം നൽകി. അയാൾ പോകുവാൻ കാരണം അതാണ്. എന്നിട്ടോ അയാൾ ഓടിച്ചു പോയപ്പോൾ എൻ്റെ മനസ്സിന്റെ ഭാരം കുറഞ്ഞു. എൻ്റെ മകൻ അപ്പോൾ അവധിയിലായിരുന്നു. പക്ഷെ അവനോട് ഇതിനെപ്പറ്റിയൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. കാരണം അവൻ വലിയ ശുദ്ധിക്കാരനാണ്. പോരെങ്കിൽ പെങ്ങളോട് വളരെ മമതയുള്ളവനും. അവർ പോയതിനു ശേഷം എൻ്റെ മനസ്സിൽ നിന്നും എന്തോ ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നി. പക്ഷെ എന്ത് ചെയ്യുവാനാണ്? അവർ പോയി 1 മണിക്കൂറിനകം ബെല്ലിന്റെ ഒച്ച കേട്ടു. മിസ്റ്റർ ഡ്രബർ മടങ്ങി വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അയാൾ വളരെ വെപ്രാളപൂർണനായി കാണപ്പെട്ടു.
പോരാത്തതിനെ മൂക്കറ്റം കുടിച്ചിട്ടുമുണ്ട്. ഞാനും മകളും ഇരിക്കുന്ന മുറിയിൽ കയറി വന്നിട്ട് വണ്ടി കിട്ടിയില്ലെന്ന് അവ്യക്തമായ ഭാഷയിൽ പറഞ്ഞറിയിപ്പിച്ചു. പിന്നീട് അയാൾ ആലിസിന്റെ നേരെ തിരിഞ്ഞു. എന്റെ കൺമുമ്പിൽ വെച്ച് അയാളോടൊപ്പം പുറപ്പെട്ടു പോകുവാൻ ആവശ്യപ്പെട്ടില്ല. നിനക്ക് പ്രായപൂർത്തിയായി, അയാൾ പറഞ്ഞു. നിന്നെ തടയാൻ ഒരു നിയമവുമില്ല. എന്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട്. ഇവിടെയുള്ള ഈ കിഴവിയെ പേടിക്കണ്ട. എന്റെ കൂടെ ഉടനെ വന്നു. നിനക്കൊരു രാജകുമാരിയെ പോലെ കഴിഞ്ഞുകൂടാ. പാവം ആലീസ് ഭയം കൊണ്ട് അയാളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചു. പക്ഷെ അയാൾ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. വാതിൽക്കിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ നോക്കി. ഞാൻ നിലവിളി കൂട്ടി. ആ സമയത്താണ് എൻ്റെ മകൻ ആർദ്ര മുറിയിലെത്തിയത്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. വെല്ലുവിളിക്കുന്നതും അന്യോന്യം തല്ലുന്നതുമായ ശബ്ദം ഞാൻ കേട്ടു. ഭയം കൊണ്ട് എനിക്ക് തലയുയർത്തി നോക്കുവാൻ പോലും വയ്യായിരുന്നു. പിന്നെ ഞാൻ കണ്ടത് ആർത്തർ കയ്യിൽ ഒരു വടിയുമേന്തി പൊട്ടിച്ചിരിക്കുന്നത് കൊണ്ട് വാതിൽക്കൽ നിൽക്കുന്നതാണ്. ഈ പഹയൻ ഇനി നമ്മളെ ദ്രോഹിക്കുവാൻ കഴിയില്ല, അവൻ പറഞ്ഞു. ഞാൻ അവനെ പിന്തുടർന്ന് ചെന്നിട്ട് അവൻ എന്താ കാട്ടുന്നതെന്ന് നോക്കട്ടെ. പിന്നെ അവൻ തുപ്പിയെടുത്ത് തെരുവിലേക്ക് ഇറങ്ങി നടന്നു. അടുത്ത ദിവസം ഞങ്ങൾ കേട്ടത് മിസ്റ്റർ ഡബ്രയുടെ നിഗൂഢ മരണവാർത്തയാണ്. മിസ്സിസ് ചാർപെൻട്രിയുടെ ചുണ്ടിൽ നിന്ന് ഈ വിവരണം പലപ്പോഴും തപ്പിപ്പിടഞ്ഞാണ് എനിക്ക് പുറത്തു വന്നു കേട്ടത്. ഇടയ്ക്ക് വളരെ പതിഞ്ഞ സ്വരത്തിൽ പറയുകയാൽ എനിക്ക് വാക്കുകൾ പിടികെട്ടാത്തരുത് പോലും ഉണ്ടായി. എങ്കിലും അവൾ പറഞ്ഞതൊക്കെ ഞാൻ ചുരുക്കത്തിൽ കുറിച്ചെടുത്തിരുന്നു. അതുകൊണ്ട് തെറ്റിപ്പോകുവാൻ യാതൊരു സാധ്യതയുമില്ല. ഇത് തികച്ചും ഉദ്വേഗജനകമാണ്, ഹോംസ് കോട്ടുവായിട്ടുകൊണ്ട് പറഞ്ഞു. പിന്നീട് എന്തുണ്ടായി? കുറ്റാന്വേഷകൻ തുറന്നു. മിസ്സിസ് ചാർപെൻട്രിയർ അല്പനേരം മിണ്ടാതിരുന്നപ്പോൾ ഈ കേസാകെ ഒരു കാര്യത്തിൽ തൂങ്ങിക്കിടക്കുകയാണെന്ന് തോന്നി. പെണ്ണുങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും ഫലപ്രദമായ അടവായി കണ്ടു തുറച്ച് നോട്ടമിട്ട് എത്ര മണിക്കാണ് അവളെ മകൻ തിരിച്ചെത്തിയതെന്ന് ചോദിച്ചു. എനിക്കറിയില്ല, അവൾ ഉത്തരം നൽകി. അറിയില്ലെന്നോ? ഇല്ല. അവന്റെ കൈവശം ഒരു താക്കോലുണ്ട്. അതുപയോഗിച്ച് അവൻ സ്വയം അകത്ത് കിടന്നതാണ്. നിങ്ങൾ ഉറങ്ങുവാൻ കിടന്നതിന് ശേഷമാണോ? അതെ. നിങ്ങൾ എത്ര മണിക്കാണ് കിടക്കുവാൻ പോയത്? 11 അപ്പോൾ നിങ്ങളുടെ മകൻ പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകുമോ? ഉണ്ടാകും. ഒരുപക്ഷെ 4 5 ആവാം. ആ സമയത്ത് അവൻ എന്ത് ചെയ്യുകയായിരുന്നു? എനിക്കറിയില്ല. ആകെ വെളുത്തുപോലെയുള്ള അവൾ പറഞ്ഞു. അതിനുശേഷം അവൾക്ക് യാതൊന്നും പറയുവാനായില്ലെന്ന് തീർച്ചയായി. ലഫ്റ്റനന്റ് ചാർപെൻട്രിയൻ എവിടെ നിന്നാണ് ഞാൻ കണ്ടുപിടിച്ചു. 2 ഓഫീസർമാരോടൊപ്പം ചെന്ന് ഞാൻ അയാളെ അറസ്റ്റ് ചെയ്തു. അവന്റെ ചുമതലയിൽ തൊട്ട് ഞങ്ങളോടൊപ്പം ബഹളം വെക്കാതെ വരുവാനാവശ്യപ്പെട്ടവൾ അവൻ ധൈര്യപൂർവ്വം പ്രതിവചിച്ചു. ആ തെമ്മാടിയായ ഡ്രബറുടെ മരണവുമായി ബന്ധമുണ്ടെന്ന ധാരണയിലാണ് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തിരുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു. ഞങ്ങൾ അതേപ്പറ്റി അവനോട് അങ്ങോട്ടൊന്നും പറഞ്ഞിരുന്നില്ല. അതിനാൽ അക്കാര്യം അവൻ തന്നെ പരാമർശിച്ചത് വളരെ സംശയമുളവാക്കുന്ന ഒരു വസ്തുതയാണ്. തീർച്ചയായും, ഹോംസ് പറഞ്ഞു. ഡ്രബറുടെ പിറകെ പോകുമ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്നുവെന്ന് അവന്റെ അമ്മ പറഞ്ഞ വടി അപ്പോഴും അവന്റെ കൈവശമുണ്ടായിരുന്നു. തടിച്ച ഓക്കുമരം കൊണ്ടുള്ള വടിയായിരുന്നു അത്. അപ്പോൾ നിങ്ങളുടെ നിഗമനം എന്താണ്? ശരി, എന്റെ നിഗമനം ഡ്രബറെ അവൻ ബ്രെക്സ്റ്റൺ തെരുവിൽ പിന്തുടർന്നുവെന്നാണ്. അവിടെ എത്തിയപ്പോൾ അവർ തമ്മിൽ വീണ്ടും ഒരു സംഘട്ടനം നടന്നു. അതിനിടയിൽ ഡ്രബറുടെ തലയ്ക്ക് വടികൊണ്ടടിച്ചിരിക്കും. അത് മർമ്മത്തിന് കൊണ്ടിരിക്കണം. തന്മൂലം പരിക്കൊന്നും കാണുവാനില്ലാത്ത വിധത്തിൽ അയാൾ മരണപ്പെട്ടു. ആ സമയം നല്ലതുപോലെ മഴ പെയ്തതിനാൽ വെളിയിലൊന്നും ആരുമുണ്ടായിരുന്നില്ല. ചാർപെൻട്രിയർ അങ്ങനെ തന്നെ കൊന്നയാളുടെ ശരീരം ഒഴിഞ്ഞ് വീട്ടിലേക്ക് വലിച്ചുകൊണ്ടുവന്നു. മെഴുകുതിരിയും ചോരപ്പാടുകളും ചുമരിലെ എഴുത്തും മോതിരവുമെല്ലാം പോലീസിനെ തെറ്റായ വഴിക്ക് തിരിച്ചിടുവാൻ ആസൂത്രണം ചെയ്തതാണെന്ന് ഏത് പൊട്ടനും മനസ്സിലാകും. ബഹുകേമമായിട്ടുണ്ട്, പ്രോത്സാഹജനകമെന്നോണം ഹോംസ് പറഞ്ഞു. ഗ്രെഗ്സൺ, നിങ്ങൾ വാസ്തവത്തിൽ തെളിഞ്ഞു വരുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ഇനിയും പലതും പ്രതീക്ഷിക്കരുത്. ഭംഗിയായി കാര്യം നിർവഹിക്കുവാൻ സാധിച്ചതിൽ ഞാൻ എന്നെ തന്നെ വാഴ്ത്തുകയാണ്. കുറ്റാന്വേഷകൻ ഗമയിൽ തന്നെ മറുപടി നൽകി. ആ യുവാവ് സ്വമേധയാ ഒരു വിശദീകരണം തന്നു. ഞാൻ ഡ്രബറെ കുറച്ചു സമയം പിന്തുടർന്നപ്പോൾ അയാൾ തന്നെ തിരിച്ചറിഞ്ഞുവെന്നും തുടർന്ന് അയാൾ തന്നിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു കുതിരവണ്ടി പിടിച്ചുവെന്നും അവൻ പറഞ്ഞു. വീട്ടിലേക്ക് മടങ്ങുവാൻ ഉദ്ദേശിച്ച് പുറപ്പെട്ടപ്പോൾ തന്റെ പഴയ സ്നേഹിതനായ കപ്പൽ ജോലിക്കാരനെ കണ്ടുമുട്ടിയെന്നും അയാളോടൊപ്പം കുറെ നടന്നുവെന്നും അവൻ പറഞ്ഞു. ആ കപ്പൽ കൂട്ടുകാരൻ എവിടെയാണ് താമസിച്ചതെന്ന് ചോദിച്ചപ്പോൾ വിശ്വാസയോഗ്യമായ മറുപടിയൊന്നും തരുവാൻ അവന് കഴിഞ്ഞില്ല. ഇതൊക്കെ അസാധാരണമാവിധം ഒത്തുചേരുന്നു. തെറ്റായ വഴിക്ക് മണം പിടിച്ചു പോകുന്നതിനെ ആ ലെസ്ട്രേഡിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് രസം തോന്നും. അയാൾ എവിടെയും എത്തിച്ചേരുന്നില്ലെന്നാണ് ഞാൻ കരുതുന്നത്. എന്ന് ദൈവമേ, അയാൾ തന്നെയാണോ ഇങ്ങോട്ട് വരുന്നു? അത് ലെസ്ട്രേഡ് തന്നെയായിരുന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോടിപ്പേടി കയറി അയാൾ അകത്തേറ്റു. സാധാരണ അയാൾ കാണുവാറുള്ള വേഷത്തിലും ഭാവത്തിലുമുള്ള പൊങ്ങച്ചം കാണുവാനില്ല. അയാൾ അസ്വസ്ഥനും ക്ലേശം അനുഭവിക്കുന്നവനുമാണെന്ന് മുഖഭാവം തെളിയിച്ചു. അശ്രദ്ധമായി ധരിച്ച വസ്ത്രങ്ങൾ വൃത്തിഹീനമായിരുന്നു. ഷെർലക് ഹോംസുമായി എന്തോ കൂടിയാലോചനിക്കുവാനാണ് അയാൾ വന്നത്. കാരണം തന്റെ സഹപ്രവർത്തകനെ കണ്ട മാത്രയിൽ അയാൾ അമ്പരയ്ക്കുകയും പ്രാളപ്പെടുകയും ചെയ്യുന്നതായി കണ്ടു. മുറിയുടെ നടുക്കുവന്ന് നിന്നിട്ട് തൊപ്പി കയ്യിലെടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് സംശയിച്ചു നിന്നു. അത്ഭുതകരമായ ഒരു കേസ് തന്നെയാണിത്. ഒടുവിൽ അയാൾ പറഞ്ഞു, മനസ്സിലാവാത്ത അതിഗഹനമായ ഒരു സംഭവം. ഹാ മിസ്റ്റർ ലെസ്ട്രേഡ്, നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്? ഗ്രെഗ്സൺ വിജയഭാവത്തിൽ പറഞ്ഞു.
നിങ്ങൾ ആ തീരുമാനത്തിൽ എത്തിച്ചേരുമെന്ന് ഞാൻ ആദ്യമേ ഊഹിച്ചിരുന്നു. സെക്രട്ടറി മിസ്റ്റർ ജോസഫ് സ്റ്റാഞ്ചേഴ്സിനെ കണ്ടെത്താൻ കഴിഞ്ഞു. സെക്രട്ടറി മിസ്റ്റർ ജോസഫ് സ്റ്റാഞ്ചേഴ്സൺ ലെസ്ട്രേഡ് ഗൗരവഭാവത്തിൽ പറഞ്ഞു. ഇന്ന് കാലത്ത് 6 മണിക്ക് ഹാനിയുടെ പ്രൈവറ്റ് ഹോട്ടലിൽ വെച്ച് വധിക്കപ്പെട്ടു. തുടരും.